കള്ളക്കേസില് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ പോറ്റി സ്വർണം വിറ്റു എന്ന് ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ, പത്തനംതിട്ട MP ആന്റോ ആന്റണി, പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ്, അവര് സോണിയാഗാന്ധിയുടെ ഒപ്പം ഉണ്ടെന്നാണ്. സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് എങ്ങനെ ഈ സ്വർണക്കേസിലെ പ്രതികൾക്ക് എങ്ങനെ ആർക്കെങ്കിലും സ്വർണ്ണക്കടത്ത്, പുരാവസ്തുക്കടത്ത് ഒക്കെ നടത്തുന്ന മാഫിയയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ, ഡൽഹി വഴിയാണ് ഇതൊക്കെ തന്നെ കടത്തുന്നത് എങ്കിൽ അവർ ആ ബന്ധം വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുകയുള്ളൂ. അല്ലാതെ കൂടിക്കാഴ്ച നടത്തി അപ്പുറത്തും ഇപ്പുറത്തും കസേരയിൽ ഇരുന്നിട്ട് ഓരോ കപ്പ് കാപ്പിയും കുടിച്ചിട്ട് ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ട് കൊള്ള നടത്താൻ ഇത് എമ്പുരാൻ സിനിമയൊന്നും അല്ലല്ലോ, ഇത് ജീവിതമല്ലേ. ഈ സോണിയാഗാന്ധിക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ആ തെളിവ് പുറത്തുവിടട്ടെ. അതല്ലാതെ ഒരു ഫോട്ടോ വെച്ചിട്ട് കേവലം ആരോപണം പറയാനാണ് എങ്കിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടൊപ്പം ഇദ്ദേഹം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. മുഖ്യമന്ത്രി ഈ പോറ്റിയുടെ അടുത്ത് എന്തോ കുശലം പറയുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഫേസ് ടു ഫേസ് അടുത്ത് ഒരു രണ്ടുപേരും സീറ്റിന്റെ എഡ്ജിൽ ഇരുന്നിട്ട് കടകംപള്ളി സുരേന്ദ്രനുമായിട്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. അപ്പൊ സോണിയാഗാന്ധിയുടെ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഡൽഹി വഴിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിയോടൊപ്പം ഒരു ഫോട്ടോ നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലിഫ് ഹൗസ് വഴി പോവാണെന്ന് ആൾക്കാർ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ CPM എന്ത് ചെയ്യും? കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ആണെങ്കിൽ അത് കഴക്കൂട്ടം വഴിയാണ് പോകുന്നത് എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ ഇവർക്ക് പറ്റിയിരിക്കുന്നത് എന്താണ്? അവരുടെ മുഖമടച്ചിട്ടുള്ള ഒരു അടി എന്ന രീതിയിലാണ് അവർക്ക് ഇപ്പൊ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അതിലൊരു പക്ഷേ അവർക്ക് എന്തൊക്കെ വലിയ ചന്ദ്രഹാസം കയ്യിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പാരഡി പാട്ട് കേട്ടപ്പോഴേക്ക് ഇവരുടെ കൺട്രോൾ പോയി. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.